സേഫ്, നമുക്ക് വളരെ മറ്റു വാർത്തകൾ കൂടെ പോകുമ്പോൾ ഗസയിലെ ഒരു സ്ഥിതി അതീവ ദയനീയമാണ് എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. നമുക്ക് ആ വിവരങ്ങൾ BK സുഹൈലിനോട് ചോദിക്കാം. സുഹൈൽ, ഇങ്ങനെ ഫ്ലോട്ടിലെ തടയുന്നു, അങ്ങനെ ഒരു വശത്ത് ഈ ഗസയിലേക്ക് എത്തുന്ന മാനുഷിക സഹായങ്ങൾ അല്ലെങ്കിൽ ഗസയ്ക്ക് കിട്ടുന്ന ഒരു ശ്രദ്ധ മുഴുവൻ തടയാനായി ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ, അങ്ങനെ ഗസ സിറ്റിയെ വളഞ്ഞുകൊണ്ട് ആളുകളെ ഞെരുക്കിക്കൊണ്ട് അവരെ പ്രാണരക്ഷാർത്ഥം എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ നിർബന്ധിക്കുന്ന നടപടികളാണ് അവിടെ ഇസ്രായേൽ സൈന്യം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സാൻഡ്വിച്ച് പരുവത്തിൽ ഇവരെ എങ്ങനെയാണോ അതിനകത്തിരുത്തി ഞെരുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ അവർ ഞെരുക്കുന്നു. ഇനി അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. സ്വന്തം പ്രദേശം വിട്ടുപോകണമെന്ന് ഗസ നിവാസികൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ഇസ്രായേൽ എവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്നു? എന്താണ് ഈ നടപടിയിൽ ലോകത്തിന്റെ ഒരു ലോകം എന്താണ് പറയുന്നത്? എന്താണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ അവസ്ഥ? സുഹൈൽ. ഈ നിലവിൽ ഗസ സിറ്റിയിൽ ഇനി താമസിക്കുന്ന എല്ലാ ആളുകളും ഭീകരവാദികളാണ് എന്ന് പ്രഖ്യാപിക്കുകയും അവരെ മുഴുവൻ കൊന്നൊടുക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. IDFന്റെ പ്രത്യേക സേന തന്നെ ഇപ്പോൾ പൂർണ്ണമായും ഗസ സിറ്റിയെ വളഞ്ഞു കഴിഞ്ഞു. ഇനി പദ്ധതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഇനി ഹമാസിന്റെ പ്രതികരണം കൂടി കാത്തിരിക്കുകയാണ് ലോകം. ഹമാസ് ഇതിനോട് എതിരായിട്ടാണ് പ്രഖ്യാപിക്കുന്നത് എങ്കിൽ, അതായത് ട്രംപിന്റെ 20 ദിന പദ്ധതികളെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ, പൂർണ്ണമായും ഗസ സിറ്റി പിടിച്ചെടുത്ത് ആക്രമിച്ച് തകർത്ത് അവിടെയുള്ള മുഴുവൻ ആളുകളെയും പ്രത്യേക കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള പദ്ധതികളാണ് ഇസ്രായേൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. റഫേൽ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ മറ്റു രാജ്യങ്ങളിലേക്ക് പുറന്തള്ളുക എന്നതടക്കമുള്ള പദ്ധതികൾ ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. പക്ഷേ ഇസ്രായേൽ സേനയിലെ തന്നെ IDFലെ തന്നെ വലിയൊരു വിഭാഗം ഈ പദ്ധതിക്ക് എതിർ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും ആളുകളെ, 10 ലക്ഷം മനുഷ്യരെ സ്വാഭാവികമായും ഈ തരത്തിലേക്കുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റുകയും അവരെ പൂർണ്ണമായും ആക്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും ഇടവരുത്തുമെന്നും അത് IDFന് വലിയ തിരിച്ചടിയാകും എന്നുമുള്ള ഒരു വിലയിരുത്തലിലാണ് ഇസ്രായേലി സേനയും അതേപോലെ തന്നെ ഇന്റലിജൻസ് വിഭാഗവും എല്ലാം ഉള്ളത്. ഈ ഘട്ടത്തിലാണ് നയതന്ത്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ട് വരുന്നത് നമ്മൾ കാണുന്നത്. ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടില, നമുക്കറിയാം 13 വെസൽസ് ആണ് ഇപ്പോൾ അവർ തട്ടിയെടുത്തിട്ടുള്ളത്. അതിലുള്ള ആളുകളെ കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്തു. 30 കപ്പലുകൾ ഇപ്പോൾ അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ്. സ്വാഭാവികമായും അതിനെ കൂടി ആക്രമിക്കുമ്പോൾ യൂറോപ്പിലാകെ ഉണ്ടാകുന്ന വലിയ പ്രതിഷേധങ്ങൾ, അതേപോലെ തന്നെ ലോകത്താകെ ഉയർന്നു വരുന്ന വലിയ പ്രതിഷേധങ്ങൾ, സ്വാഭാവികമായും ഇതെല്ലാം ഇസ്രായേലിന് നയതന്ത്ര തലത്തിൽ വലിയ പ്രതിസന്ധികൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇസ്രായേലിന് സൈനികമായി വിജയം കിട്ടിയാലും നയതന്ത്ര മാനുഷിക തലത്തിലുണ്ടാകുന്ന വലിയ തിരിച്ചടികൾ അത് സ്വാഭാവികമായും ഈ നെതന്യാഹു സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ തന്നെ സുഹൈല്, ഈ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതികൾ, നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഹമാസിന് നൽകിയ സമയം 72 മണിക്കൂറായിരുന്നു. അപ്പം കയ്യിലുള്ള ബന്ദികളെ വിട്ടു നൽകാനുള്ള സമയവും അതേറെക്കുറെ തീരാനായിരിക്കുന്നു. അപ്പോൾ ഈ 20 ദിന പദ്ധതികളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു ഹമാസ് വൃത്തങ്ങൾ നമുക്ക് ലഭിച്ച വിവരം. ഹമാസിന്റെ ഈ 20 ദിന പദ്ധതികളോടുള്ള നിലപാടെന്താണ്? അതിനെക്കുറിച്ചുള്ള അവസാനത്തെ പ്രതികരണം വല്ലതും ലഭ്യമായിട്ടുണ്ടോ? അതിനെ അനുകൂലിക്കുന്നില്ല എന്നൊരു നിലപാടാണ് ഹമാസ് എടുക്കുന്നതെങ്കിൽ ഗസ അനുഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഏത് രീതിയിലുള്ളതായിരിക്കും? സുഹൈൽ. തീർച്ചയായും ഈ പദ്ധതികളെ പൂർണ്ണമായും തള്ളുന്നതിന് പകരമായി ചില ബദൽ നിർദ്ദേശങ്ങൾ വെക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും പലസ്തീൻ കോഴ്സിന് ഏറ്റവും ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഗസയെ പൂർണ്ണമായും ഒരു വിദേശ ഭരണത്തിന് ഒരു കോളനിയാക്കി മാറ്റുക, അവിടെ ട്രംപിന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ നടപ്പിലാക്കുക എന്നതിലേക്കാണ് ട്രംപിന്റെ 20 ദിന പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാത്ത ഒരു ഒത്തുതീർപ്പിനും ഒരർത്ഥത്തിലും ഹമാസ് തയ്യാറാകില്ല എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഗസയെയും ഹമാസിനെയും നിരായുധീകരിക്കുക എന്ന നിബന്ധന 20 ദിന പദ്ധതികൾ ഏറ്റവും പ്രധാനം അതാണ്. അതൊരിക്കലും ഹമാസ് അംഗീകരിക്കില്ല എന്നുള്ളത് കൃത്യമാണ്. ഏതായിരുന്നാലും അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞത് 3-4 ദിവസങ്ങൾക്കുള്ളിൽ ഹമാസ് അവരുടെ നിലപാട് പ്രഖ്യാപിക്കണം, ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക, വെരി വെരി സാഡ് എന്നാണ് പറഞ്ഞത്. ഗസയിൽ സംഭവിക്കാൻ പോകുന്നത് അത്യന്തം ദയനീയമായ കാര്യങ്ങളായിരിക്കും എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗസ സിറ്റി പിടിച്ചെടുക്കുക, അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കുക, അവിടെ നിന്ന് ആളുകളെ പുറന്തള്ളുക അടക്കമുള്ള കാര്യങ്ങൾക്ക്
ഇസ്രായേലിന് അനുമതി നൽകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയല്ല അവർ കഴിഞ്ഞ 25 വർഷമായി ഹമാസും അതേപോലെ തന്നെ ഫലസ്തീനി സംഘടനകളും പോരാടുന്നത്. അവർ അവരുടെ ജനിച്ച മണ്ണിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ സുഹൈൽ, ഒരു നിമിഷം, നെറ്റ്സരീം ഇടനാഴി ഇപ്പോൾ ഇസ്രായേൽ IDF സേന പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം സുഹൈൽ കണ്ടോ? നമുക്കറിയാം സൈഫുദ്ദീൻ, നേരത്തെ തന്നെ നെറ്റ്സരീം ഇടനാഴിയുടെ നിയന്ത്രണം അത് അത് ഇസ്രായേലിന്റെ തന്നെ കയ്യിലാണ്. അതൊരിക്കലും വിട്ടു നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. മറിച്ച് അവർ സംഭവിക്കുന്നത് ചില സമയങ്ങളിൽ അവിടെ നിന്നും, അതായത് വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ്സരീം ഇടനാഴിയുടെ കഴിഞ്ഞ ഈ വെടിനിർത്തലിന് ശേഷം വെടിനിർത്തൽ ഇസ്രായേൽ ലംഘിക്കുകയും പൂർണ്ണമായി ആക്രമണങ്ങൾ തുടരുകയും ചെയ്ത ഘട്ടത്തിൽ പൂർണ്ണമായും തന്നെ നെറ്റ്സരീം ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. അത് തുടരുന്നതുമാണ്. ഈ ആകെ സംഭവിക്കുന്നത് വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് പോകാനുള്ള സലാഹുദ്ദീൻ റോഡ് അടക്കമുള്ള റോഡ് അവർ തുറന്നു നൽകുന്നു എന്നുള്ളത് മാത്രമാണ്. അതടക്കുന്നുവോ അല്ലെങ്കിൽ ഇനി ആരും ഗസയിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമാണ് നമുക്കിനി അറിയാനുള്ളത്. ഈ ഗസയുടെ ഏകദേശം 85% വരുന്ന പ്രദേശങ്ങളുടെ നിയന്ത്രണം വരെ ഇസ്രായേലിന്റെ കൈകളിലായിട്ടുണ്ട്. ബാക്കിയുള്ള ഇടങ്ങളിലാണ് യഥാർത്ഥത്തിൽ പ്രതിരോധവും അതേപോലെ തന്നെ വലിയ നിഷേധങ്ങളും അരങ്ങേറുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ വരെ IDFന്റെ സൈനിക അംഗങ്ങൾ കൊല്ലപ്പെടുന്നത്, ഇസ്രായേൽ സേനാംഗങ്ങൾ കൊല്ലപ്പെടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയും വലിയ പ്രതിഷേധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും ആ ഗസ സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ ഈ 20 പദ്ധതികൾ ഒരിക്കലും ഒരു ഫലസ്തീൻ സംഘടനയ്ക്ക് അംഗീകരിക്കാൻ സാധ്യമല്ലാത്തതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഫത്തഹ്, ഫലസ്തീൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഫലസ്തീൻ സംഘടനയായ ഫത്തഹിലെ ഒരു വിഭാഗം അടക്കം ഒരിക്കലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല, ഇത് വഞ്ചനയാണ് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഹമാസിന് ഒരു പോരാട്ട സംഘടന എന്ന നിലയിൽ ഈ 20 നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല. ഫലസ്തീൻ സംഘടനകൾ നിരായുധീകരിക്കപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് കീഴടങ്ങുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഒരിക്കലും ട്രംപിനും ഇസ്രായേലിനും മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറാവില്ല എന്ന് മാത്രമല്ല, ഏതായിരുന്നാലും ഒരു അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ ഹമാസിന്റെ ഒരു നിലപാട് പ്രഖ്യാപനം വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ സമ്മർദ്ദം ഹമാസിന്റെ മുകളിലുണ്ട്. പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങൾ, അതേപോലെ തന്നെ ഈജിപ്തും തുർക്കിയും ഒക്കെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഹമാസിന് മുകളിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഈ രാജ്യങ്ങളുടെയൊക്കെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണമായും തള്ളിക്കളയുക എന്നതിനപ്പുറം ചില ബദൽ നിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കുകയായിരിക്കും ഹമാസ് ചെയ്യുക. അതിനോട് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും പ്രതികരണം കൂടി പ്രധാനമായിരിക്കും.